യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കല്ലടയ്ക്കെതിരെ കടുത്ത നടപടിയുമായി സർക്കാർ മുന്നോട്ട്. തിരുവനന്തപുരത്തെ ലൈസൻസ് ഇല്ലാതെയാണ് ബുക്കിംഗ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് എന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്ന ദീർഘദൂര ബസ്സുകളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റുകളിൽ പരിശോധന നടത്തുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മീഡിയാവോടിനോട് പറഞ്ഞു. യാത്രക്കാരെ ആക്രമിച്ചതിന് പിന്നാലെ കല്ലട ഗ്രൂപ്പിനെതിരെ വ്യാപക പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് സർക്കാർ കർശന നടപടി സ്വീകരിച്ചത്. മുഴുവൻ ബുക്കിംഗ് ഓഫീസുകളിലും മോട്ടോർ വാഹന വകുപ്പ് റെയ്ഡ് നടത്തുകയാണ്. തിരുവനന്തപുരത്ത് 3 ഓഫീസുകൾക്ക് ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തി. നിയമലംഘനം നടത്തിയ 23 ബസ്സുകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തി. സംഭവത്തിൽ സുരേഷ് കല്ലടയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷനും നോട്ടീസ് അയച്ചു. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ എറണാകുളം ജില്ലാ പോലീസ് മേധാവിയോടും ട്രാൻസ്പോർട്ട് കമ്മീഷണറോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കല്ലടയടക്കം ഇത്തരം സർവീസ് നടത്തുന്ന ബസ്സുകളിൽ വ്യാപക നിയമലംഘനം നടക്കുന്നുണ്ടെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ADGP സുരേഷ് കുമാർ മീഡിയ വണ്ണോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ക്വാണ്ടിറ്റി നമ്പർ പരിശോധിക്കണം, പിന്നെ ഡെസ്റ്റിനേഷൻ ക്വാണ്ടിറ്റി പരിശോധിക്കണം. ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പാസഞ്ചർ കംഫർട്ട്, പാസഞ്ചറുടെ സേഫ്റ്റി, അതാണ് നമ്മുടെ കർത്തവ്യം. അതുകൊണ്ട് നമ്മൾ പെർമിറ്റ് കൊടുക്കുന്നത് അവരെ അടി കൊടുക്കാൻ വേണ്ടിയല്ല. സംഭവത്തിലെ പ്രതികളെ ബസ്ശ്രമത്തിനും പിടിച്ചുപറിക്കും കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കല്ലട ഗ്രൂപ്പിനെതിരെ സ്വകാര്യ ചാനലിൽ പ്രതികരിച്ചതിന് ഭീഷണിപ്പെടുത്തിയതായി ആരോപിച്ച് അധ്യാപിക മായാമാധവൻ പോലീസിൽ പരാതി നൽകി. ശ്യാമർ ബാബു, മീഡിയ 1, തിരുവനന്തപുരം.